ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്, ബോയ്ക്കാനം. ഞങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറില്ല, എനിക്ക് മടിയാണ് ഒരു ദിവസം ഫുള്ള് വ്ളോഗൊക്കെ എടുക്കാൻ. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ടാവുന്നത് വെള്ളം കുടിച്ചിട്ടാണ്. ഞാൻ നല്ലോണം വെള്ളം കുടിക്കുന്ന ആളാണ്, അപ്പോൾ വെള്ളമെല്ലാം കുടിച്ചിട്ടാണ് സ്റ്റാർട്ടാവുന്നത്. ഇത് ഞങ്ങൾ കിച്ചൺ ഭാഗത്താണ്. ഞങ്ങൾ കാസർഗോഡ് കുച്ചിൽ എന്ന് പറയും, കുച്ചിലിൻ്റെ ഭാഗത്ത് ഉള്ളൊരു വ്യൂ ആണ്. വെള്ളമെല്ലാം കുടിച്ചിട്ട് എന്താ ഫുഡ് കഴിച്ചതെന്നൊക്കെ കാണിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം സെയിനുവിൻ്റെ കാണാം. സെയിനു ചില ദിവസങ്ങളിൽ ഓന് സ്വന്തമായിട്ട് കഴിക്കും. ഇന്നിപ്പോൾ ഓന് സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ട്. പത്തൽ, നെയ്യിട്ട പത്തലും പാലും. എൻ്റെ ഫുഡ് 2 വീറ്റ് ബ്രെഡും 2 മുട്ടയും ചായയും. അത് മധുരം ഇല്ലാത്ത ചായയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ഗ്രീൻ ടീ എടുക്കൽ. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനായിട്ട് 2 വീറ്റ് ബ്രെഡും 2 മുട്ടയും എൻ്റെ എല്ലാ ദിവസത്തെ ഫുഡിലും ഉണ്ടാവും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ആദമിൻ്റെ മുടി എടുക്കാൻ പോവാണ്. പപ്പാവും പുള്ളിയേക്കളാണിത്. ഉപ്പാൻ്റെയൊക്കെ പോകുന്നത്. സെയിനും വരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ ആദമിൻ്റെ മുടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. സെയിനിൻ്റെ മുടി ഓക്കെയാണ്, ഇപ്പോൾ എടുത്തിട്ട് കുറച്ചായിട്ടും. ആദമിൻ്റെ മുടി ഫസ്റ്റ് കട്ടാക്കുന്നത്, അതായത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മുടി കളയല്ല, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റാണ് എൻ്റെ മുടി എടുക്കുന്നത്. ഇതുവരെ എടുത്തിട്ടാണ്. മുടി നല്ലോണം വലുതായിട്ടുണ്ട്. കുറേ ആയി മുടി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആദമിൻ്റെ. നല്ലോണം വലുതായിന്. പിന്നെ സമയം കിട്ടാതെ ഇങ്ങനെ ആയിട്ട് പോയി. അപ്പോൾ ഇന്നൊരവസരം കിട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. ആദമ നല്ലോണം കരയുമെന്ന് വിചാരിച്ചു ഞാൻ. സെന്നു എല്ലാം പണ്ട് ഇതേപോലെ എൻ്റെ ഫസ്റ്റ് എടുക്കുമ്പോഴും ഈ അടുത്ത സെന്നിൻ്റെ ലാസ്റ്റ് എടുത്തിട്ടാകുമ്പോഴെല്ലാം നല്ല കരച്ചിലായിരുന്നു. പക്ഷേ ആദം എന്തോ കരഞ്ഞില്ല. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. ഉപ്പാവും പറഞ്ഞ് കരയുമെന്ന് വിചാരിച്ചെന്ന്. മുടി എടുക്കുന്നവരെയും ഫുള്ള് ആദം അങ്ങനെ ഇരുന്ന് കരയാണ്ട്. അങ്ങനെ മുടിയെല്ലാം എടുത്തിട്ട് ആദമ കുട്ടപ്പനായി. നല്ല മാറ്റം ആദമിന് മുടി എടുത്തിട്ടാകുമ്പോൾ. കുറേ ആയില്ലേ മുടി എടുക്കാണ്ട്, 1 കൊല്ലം തന്നെ ആയില്ലേ, 1 കൊല്ലത്തിൽ കൂടുതലായി. അപ്പോൾ ആ ഒരു മാറ്റം കാണാനുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്ക് ബൽക്കിൻ്റെ അവിടെ പോകാനുണ്ട്. ബൽക്കിൻ്റെ അവിടെ വിരുന്നാണ്. ഞങ്ങൾ ജലീലാപ്പ ദുബൈയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജലീലാപ്പാവും കൈറോമാവും ബൽക്കിൻ്റെ അവിടെ പോകുമ്പോൾ ഞങ്ങളും പോകുന്നുണ്ട്. ഒക്കെ ഞങ്ങളെയും വിളിച്ചിനപ്പോൾ ഒന്നിച്ചിട്ട് എല്ലാവരും പോകുന്നുണ്ട് ബൽക്കിൻ്റെ അവിടെ. സവാദ് ഇഷാനും പുരയിലുണ്ടതിന്, ഓറും നമ്മളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറ്റിക്കോലേക്ക് പോകുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ബൽക്കിൻ്റെ അടുത്ത ഒരു വ്ളോഗ് തന്നെ ഇട്ടിന്. ഫുള്ള് കുറ്റിക്കോല് വിശേഷങ്ങൾ, ബൽക്കിൻ്റെ അടുക്ക് പോകുന്ന വഴിയും എല്ലാം ആയിട്ട്. ബൽക്കിൻ്റെ അടുക്ക് പോകുന്ന വഴിയെല്ലാം നല്ല രസമുണ്ട്. ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ല പച്ചപ്പെല്ലായിട്ട് നല്ല പാങ്ങുണ്ട് വഴിയാണ്. ഫുള്ള് തോട്ടങ്ങളും അങ്ങനെയെല്ലാം, നല്ല കാടും. പിന്നെ ഇങ്ങനെ ഇതിപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് പുഴയെല്ലുണ്ട്. എരിഞ്ഞിപ്പുഴം ഭാഗത്ത് എത്തിയപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് പുഴയെല്ലായിട്ട് നല്ല പാങ്ങുണ്ട്. ബൽക്കിൻ്റെ അടുക്ക് എത്തുന്നവരെ നല്ല റോഡുമാണ്, നല്ല രസമുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ റബ്ബർ തോട്ടങ്ങളും കാണാം. ഇങ്ങനെ ഫുള്ള് റോഡ് സൈഡിലെല്ലാം റബ്ബർ വെച്ചിട്ട് കാണാം. അങ്ങനെ നല്ലൊരു രസമുള്ളൊരു വഴിയാണ് കേട്ടോ കുറ്റിക്കോൽ. നമ്മൾ പോയിക്കാന്തം തുടങ്ങിയിട്ട് കുറ്റിക്കോൽ വരെയും നല്ല രസം തന്നെ പോകാനും കാണാനെല്ലാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കുറ്റിക്കോലെത്തി. ജലീലാപ്പ ഫസ്റ്റ് വരുന്നത് ബൽക്കിൻ്റെ പുരക്ക്. കൈറോമാല മുമ്പ് വന്നതിന്, ജലീലാപ്പ ഫസ്റ്റ് വരുന്നത്. ബൽക്കി പുരയെല്ലാം ഫുള്ള് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പുരയും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആദമിനെ ഉറക്കം അറിഞ്ഞിട്ട് വന്നത്. ആദമ നല്ല കരച്ചിലപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദമിനെ ഇപ്പോൾ ഉറക്കിയിട്ടെല്ലാം ഞാൻ പോകുന്നുണ്ട് ജ്യൂസെല്ലാം കുടിക്കാൻ. ബൽക്കി ചിക്ക് ജ്യൂസ് ആക്കിയത്. ഇപ്പോൾ ചിക്ക് ജ്യൂസ് ഞാൻ കുടിക്കുന്നുണ്ട്. ഞാൻ മധുരം കുടിക്കൽ കുറവ്, പക്ഷേ ഇതിൽ ബൽക്കി മധുരം ഇട്ടുപോയി ജ്യൂസിന്. അതുകൊണ്ട് ഇന്ന് സാരമില്ല അറിഞ്ഞിട്ട്, ഒരു രസമെല്ലാം സാരമില്ല അറിഞ്ഞിട്ട് മധുരം ജ്യൂസ് കുടിക്കുന്നുണ്ട്. ബൽക്കിൻ്റെ അവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പം അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ മരം കൊത്തുന്നതെല്ലാം കാണുന്നുണ്ട്. ബൽക്കിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കിനെ അടുത്തിട്ടാണ് താഴെയുള്ള തോട്ടത്തിൽ ഇങ്ങനെ മരം കൊത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് എടുത്ത വീഡിയോ. ഇത് മാമാവും പുള്ളിയേക്കളും ഇരുന്നിട്ടാകുമ്പോഴത്തേക്ക് എടുത്ത വീഡിയോ. മാമ എന്ന് പറയുന്നത് ഉമ്മാനും ഉപ്പാനുമ്മാനെല്ലാം കാസർഗോഡ് മാമ എന്നറിയൽ. പുള്ളിയേക്കൾ എന്ന് പറഞ്ഞെങ്കിൽ പേരക്കുട്ടികൾ. ഇങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്ന് ഞങ്ങൾ. ബൽക്കി എല്ലാം ഉണ്ടാക്കിയേനെ, ബിരിയാണിയും ഇറച്ചിക്കറിയും ചോറും പച്ചക്കറിയും കോഴി കാച്ചിയതും കച്ചമ്പർ അങ്ങനെയെല്ലാം. പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിച്ചിട്ടായിട്ട് ഡെസേർട്ട് ഉണ്ടാക്കിന്. ബൽക്കി പുഡിങ് ഉണ്ടായിന്, കോക്കനട്ട് പുഡിങ്, അത് പൊണ്ടത്തിൻ്റെ പുഡിങ് എന്ന് പറയും ഞങ്ങൾ. പിന്നെ കസ്റ്റർഡ് ഫ്രൂട്ട്സ് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ താഴെ തോട്ടമുണ്ട്, കുറേ തറവാട് തോട്ടം. അപ്പോൾ അത് നോക്കാനായിട്ട് പോയി. ഇത് ലാൻഡർ തറവാട് പോരെ ഇങ്ങനെ പോകുന്നത് തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. ഈ തോട്ടം ഞാൻ മുമ്പ് കാണിച്ചിനേ അന്ന്. ഇങ്ങനെ ബൽക്കിൻ്റെ ഞാൻ പറഞ്ഞില്ല കുറ്റിക്കോൽ തന്നെ വീഡിയോസ് ഇട്ടിട്ടാകുമ്പോഴത്തേക്ക് അതിൽ ഈ തോട്ടമെല്ലാം കാണിച്ചിന്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്. ഞാനും ബൽക്കിയും ജലീലാപ്പാവും കൈറോമാവും എല്ലായിട്ട് പോകുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ല പാങ്ങുണ്ട്. എനിക്ക് വരാനെല്ലാം ഇഷ്ടം. ഇവിടെ പുളിയുണ്ട്, പുളീൻ്റെ മരം ഉണ്ടാവും. പുളിയെല്ലാം പറക്കാൻ നല്ല പാങ്ങുണ്ടാകുന്ന എടുത്ത്. പിന്നെ തോടുണ്ട്, ചാല് എന്നെല്ലാം പറയുമല്ലോ,
ചാല് തോട് എല്ലാം പറയില്ല വെള്ളം പോകുന്നത് അതുണ്ട്. പിന്നെ ഈ കവുങ്ങും തയ്യെല്ലാം വെക്കുന്ന വീഡിയോ ഞാൻ മുമ്പത്തേൽ ഇട്ടിന്. അത് വെക്കുമ്പോൾ ഞാൻ വന്നിട്ട് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇവിടെ പപ്പായ കണ്ട, ഈ പപ്പായ കുറേ ഉണ്ട് ഈ ഭാഗത്ത്. അളിയെ പറഞ്ഞിട്ടുണ്ടായി എന്നോട് ഈ പപ്പായ ഉണ്ട് ഈ ഭാഗത്തെല്ലാം നല്ല. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ എനിക്ക് നല്ല പാങ്ങൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് കുറേ വായയെല്ലാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തോട്ടത്തിലെല്ലാം നടന്ന് കാണുന്നുണ്ട്. ഈ ഭാഗത്തൊരു കുളം വേറെ ഉണ്ടവേ, അതൊരു ഈ ഓരോ വളപ്പിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നൊരു കുളം. ഇത് ഞാൻ അന്ന് കാണിച്ചായിരുന്നു. തോട്ടമെല്ലാം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തോട്ടത്തിൽ വരാനും. നല്ല തണുപ്പല്ലല്ലോ ഈ ഭാഗത്തെല്ലാം, നല്ല പച്ചപ്പും എല്ലാം ആയിട്ട്. എനിക്ക് നല്ല ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ പച്ചപ്പും, ഇങ്ങോട്ട് വരാനും ഇവിടെല്ലാം ജീവിക്കാനെല്ലാം. അന്ന് വന്നപ്പാട്, നാട്ടിൽ വന്നപ്പാട് ഞങ്ങൾ ഇങ്ങോട്ടേക്കെല്ലാം വന്നത്. ബൽക്കിൻ്റെ അവിടെ വന്നിട്ടാകുമ്പോഴത്തെ ഇങ്ങോട്ടെല്ലാം വന്നത്. ബൽക്കിൻ്റെ അവിടെ അല്ലാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം വരുമ്പോൾ ആദമു ചെറിയ കുഞ്ഞപ്പോൾ, അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആദമിനൊരു 3 മാസമെല്ലാം ആയ കുഞ്ഞ്. അപ്പോൾ ആദമു 1 വയസ്സും 2 മാസമെല്ലാം ആയ ആദമിന്. സവാദ് വന്നിട്ട് അവിടെ നിന്ന്, ഉമ്മാവും വന്നിട്ടാണ്. ഉമ്മാവും സവാദ് അവിടെ നിന്ന്, ഇഷാനും സെന്നും ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് അമ്പട്ടെന്ന് പറയില്ല ഞങ്ങൾ, നിങ്ങൾ എന്ത് പറയില്ല, അമ്പഴങ്ങ അങ്ങനെ എന്താണെന്ന് അറിയില്ല, പല നാട്ടിൽ പല പേരായിരിക്കും. ഞങ്ങൾ അമ്പട്ടെന്ന് പറയില്ല. അപ്പോൾ അമ്പട്ടൻ്റെ മരമുണ്ട്. പിന്നെ ഒന്ന് കാണിക്കാനുള്ളത് ഹനുമാൻ കിരീടം ഞങ്ങൾ പറയില്ല കാസർഗോഡ്. പണ്ടത്തെ ഓർമ്മക്ക് ഇതെല്ലാം കാണുമ്പോൾ പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ ഓണപ്പൂക്കളത്തിനെല്ലാം കൊണ്ടുപോകലുണ്ട് ഈ പൂവെല്ലാം, അതെല്ലാം ഒരു ഓർമ്മ. പിന്നെ ഇതന്നെ ഞാൻ പറഞ്ഞ പുളീൻ്റെ മരയിൽ പുളിയെല്ലാം പൊടിച്ചിട്ട് കാണാം. എനിക്ക് ഇഷ്ടം പുളി വറുക്കുന്നത്. ഈ പുളീൻ്റെ മരത്തിന് താഴെ എപ്പോഴും പുളി ഉണ്ടാവും കേട്ടോ. അതെല്ലാം വറുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ ജലീലപ്പാവും വലിക്കെല്ലാം പറിക്കുന്നുണ്ട്, മുകളിലുണ്ട്. അപ്പോൾ 1-2 ഇങ്ങനെ താഴെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് പറിക്കുന്നുണ്ട്. അന്നത്തെ വീഡിയോയിൽ ഞാനെല്ലാം പുളി വറുക്കാൻ വന്നതും പുളി വറുക്കിയിട്ട് കിട്ടിയതെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്. അങ്ങനെ തോട്ടെല്ലാം നടന്ന് കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഒന്ന് കാണിക്കാനുള്ളത് മഞ്ഞച്ചപ്പലി എന്ന് പറയും കാസർഗോഡ്, മഞ്ഞളിൻ്റെ ഇല. അപ്പോൾ അതിൽ ഞങ്ങൾ മഞ്ഞച്ചപ്പലി എന്ന് പറയും. മഞ്ഞച്ചപ്പല അപ്പം ഉണ്ടാക്കുക ഞങ്ങൾ അതിൽ ഇലയുടെ പോലെ മഞ്ഞച്ചപ്പലയിൽ അപ്പം ഉണ്ടാക്കുക. അതിന് ഞങ്ങൾ മഞ്ഞച്ചപ്പലപ്പം എന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഉപ്പാക്കെല്ലാം ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടെ വാഴ, കൊള്ളി എല്ലാം ഉണ്ട്. കൊള്ളീനെ കപ്പനാണ് കൊള്ളി എന്ന് പറയുന്നത്. കപ്പ ഞങ്ങൾ കാസർഗോഡ് കൊള്ളി. അതെല്ലാം ഇങ്ങനെ ഞങ്ങൾ തിരിച്ചതാ പരിക്ക് തന്നെ വന്നിട്ടുണ്ട്. സവാദ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിന്നിട്ടുണ്ടായിന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ വന്നിട്ടുള്ള അപ്പ ജലീലാപ്പ എന്ന് പറഞ്ഞല്ലോ. ജലീലാപ്പ കൈറോമ ഓരോ മോളാണ് ജുബി, പിന്നെ ജുന്നു. ഓരെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിന്. ജുബി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ കുറേ വട്ടം പറഞ്ഞിന്. ജുബിയും ജുന്നു ഇന്ന് വന്നിട്ട്, ജുബിൻ്റെ മാപ്പിളെല്ലാം വന്നിട്ടുണ്ട് നാട്ടിൽ. അപ്പോൾ ഓർക്ക് എന്തോ പരിപാടി ആയതുകൊണ്ട് ഓർക്ക് വരാൻ പറ്റാതെ. ജുന്നു ഇല്ല നാട്ടിൽ. ഓറും കൂടി ഉണ്ടായതിനെ അടിപൊളി ആയേനെ. പിന്നെ വൈകുന്നേരത്ത് ചായ കുടിക്കാനായിരുന്നു. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതുണ്ടായിന്, പഴം റോസ്റ്റ് ഉണ്ടായിന്, പഴം റോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കായ് വാട്ടിയതെന്ന് പറയും ഞങ്ങൾ. കായ് റോസ്റ്റ് കായ് വാട്ടിയത് അറിയും. പിന്നെ എന്തോ എണ്ണയിലപ്പം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സിമ്പിളാക്കിയത്. അങ്ങനെ വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ മടങ്ങി പോകുമ്പോഴത്തേക്ക് അളിയാൻ്റെ ഉപ്പാക്കൊരു ഷോപ്പുണ്ടെന്ന് അറിഞ്ഞില്ല. അവിടെ കയറിയിട്ട് ഉപ്പാനോടെല്ലാം വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അളിയാൻ്റെ ഉപ്പാക്ക് ഓർക്കൊരു ഷോപ്പാണ്, ഇങ്ങനെ ടെക്സ്റ്റൈൽസാണ്, ഉസ്മാനിയ ടെക്സ്റ്റൈൽസ് എന്ന് പേര്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിക്കേണ്ട അവിടെ നിൽക്കാൻ പോയിട്ടാകുമ്പോഴത്തേക്ക് ഓണത്തിൻ്റെ പർച്ചേസ് കഴിഞ്ഞിട്ട് ഫുള്ള് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ ഡ്രസ്സും എല്ലാം വന്നതെല്ലാം ഇവിടെ ഉണ്ട്. ഓരോ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ പുറത്തുനിന്ന്. അപ്പോൾ ഡ്രസ്സ് ഫുള്ള് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കലും അതിൻ്റെ വിലയിടലെല്ലാം ഈ പോലെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ച്. ഓരോ ഷോപ്പിൽ ഓണത്തിന് നല്ലൊരു സീസൺ തന്നെ, നല്ല കച്ചവടമാകുന്നൊരു സീസണാണ് ഓണം, വിഷു എല്ലാം. അപ്പോൾ ഓണത്തിന് ഇങ്ങനെ കുറേ ഡ്രസ്സെല്ലാം കൊണ്ടുവരും. എല്ലാവർക്കും ഉള്ള പിള്ളേർക്കും വലിയ ആൾക്ക് പറഞ്ഞാൽ എല്ലാ സൈസിലുള്ള ഡ്രസ്സും കൊണ്ടുവന്ന് ഓണത്തിൻ്റെ ഡ്രസ്സും എല്ലാം ആയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ തരംതിരിച്ച് വെച്ച് വിലയിടലെല്ലാം ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഓരെല്ലാവരും കൂടിയിട്ടാണ് വിലയിടൽ. അപ്പോൾ ഞാനന്നുണ്ടായതുകൊണ്ട് ഞാനും ഒന്ന് വിലയിടാനൊക്കെ ഇരുന്നിട്ടുണ്ടായി. ഞങ്ങൾക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഷിഫാന, ഞാൻ, ഷെബു, നിയാസ്, ഇഷാൻ, ബൽക്കി, സവാദ്, ഉപ്പ, ഉമ്മ, അളിയാൻ്റെ ഉപ്പാവും, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെയ്നു, ഹിന, ഹെയ്സന്, നസ, അങ്ങനെ ചെറിയ പിള്ളേരും ഉണ്ട്. ഇങ്ങനെ സ്റ്റിക്കറിലേക്ക് വിലയിട്ടിട്ട് ആ വിലനെ ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് വിലയിടുന്നത്. ഞങ്ങൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഓരോ സെക്ഷന് ഡ്രസ്സ് ഓരോരുത്തരെടുത്തിട്ട് അതിൻ്റെ വില ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വിലയിടുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞ് ഇങ്ങനെ വിലയിടുന്നത്. വലിയ എപ്പോഴും പറയലുണ്ട് ഓണത്തിൻ്റെ ആ പർച്ചേസിൻ്റെ സമയത്ത് നല്ല തിരക്കുണ്ടാവലും വിലയിടുമ്പോഴെല്ലാം എല്ലാവരും ഇങ്ങനെ കൂടിയിട്ട് എല്ലാം ഉള്ളതെല്ലാം. പിന്നെ ഷോപ്പ് കാണിക്കാം. അപ്പോൾ ആ സമയത്ത് ഓണത്തിൻ്റെ സമയത്ത് നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഓണത്തിൻ്റെ കുറച്ച് വീഡിയോയിൽ എടുത്തിട്ട് ആ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ആ വിലയിടുന്നെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ കുറച്ച് ഷോപ്പിൻ്റെ വീഡിയോ എല്ലാം പറഞ്ഞുകൊണ്ട് എടുത്തിട്ടുണ്ടായിന്.
കുറ്റിക്കോല് ടൗണിൽ തന്നെയാണ് ഉസ്മാനിയ ടെക്സ്റ്റൈൽസ്. 40 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്. ഇതിൻ്റെ കൂടെ തന്നെ ചെരുപ്പും എല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ ഷോപ്പ്. അളിയാവും അനിയന്മാരും മിച്ചാറെല്ലാം മാറി മാറിയിട്ടുണ്ടാകുന്നത്. അളിയ സൗദിയിലുണ്ടായത് മുമ്പ്, ഇപ്പോൾ മതിയാക്കിയിട്ട് വന്നിട്ട് ഇവിടെ തന്നെ അളിയ ഷോപ്പിൽ തന്നെ അധികം ഉണ്ടാവൽ. ഓണത്തിൻ്റെ സമയമെല്ലാം ആകുമ്പോഴത്തേക്ക് തിരക്കായിരിക്കും. അപ്പോൾ ബൽക്കിയും ബാക്കിയുള്ള ആൾക്കാരും ഏട്ടൻ്റെ ഉള്ളവരും എല്ലാവരും ഉണ്ടാവും ഷോപ്പിൽ. എല്ലാവരും ആവശ്യമാണ്. അപ്പോൾ അത്രയും തിരക്കായിട്ടുണ്ടാവും. ഇതാണ് അളിയാൻ്റെ ഉപ്പ. പിന്നെ ഇവിടെ സ്റ്റിച്ചിങ്ങും ഉണ്ട് കേട്ടോ. ഒരാളുണ്ട് തയ്ച്ചു കൊടുക്കാനായിട്ട്. ബ്ലൗസും എല്ലാം ഷർട്ടും എല്ലാം തയ്ച്ചു കൊടുക്കുന്ന അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ഷോപ്പ്. എല്ലാ സൗകര്യമുള്ളൊരു ഷോപ്പാണ്. കുറ്റിക്കോല് ഭാഗത്തുള്ള ആൾക്കാരെല്ലാം പരിചിതം തന്നെയായിരിക്കും ഈ ഷോപ്പ്. ചെരുപ്പ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ചെരുപ്പും ഷൂസും എല്ലാം ആയിട്ട് അതും അവൈലബിൾ ആണ്. ഓണാകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിട്ടുണ്ടാവും. ഇതൊന്നും അല്ല കേട്ടോ ഓണത്തിൻ്റെ തിരക്ക്, നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഓണത്തിനും വിഷുക്കെല്ലാം നല്ല സീസണാണ്. ഈ കച്ചവടം നല്ല നടക്കുന്ന ഒരു സമയമാണ്. നല്ല ആൾക്കാർ വരും വാങ്ങാനെല്ലായിട്ട്. ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാം ഇവിടെ തന്നെ ഡ്രസ്സ് എടുക്കലെല്ലാം. ഇനി ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ബേക്കറി വന്നിട്ടുണ്ട് പുതിയതായിട്ട്, ഗോൾഡൻ ബേക്കറി. ഇത് കാണിക്കാൻ കാരണം ഈ ബേക്കറിയിൽ ബൽക്കിൻ്റെ കേക്ക് ബൽക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബൽക്കിൻ്റെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൽക്കിക്ക് അതിന് ശേഷം നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. നല്ല പുറത്ത് ഓർഡർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ബേക്കറിയിലേക്കും കേക്ക് ഓർഡറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കേക്ക് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ഇതെല്ലാം ബൽക്കീൻ്റെ കേക്കാണ് ഇവിടെ കാണുന്നുള്ളത്. അപ്പോൾ അത് ബൽക്കി പുരയിൽ ആ കേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ബേക്കറിയിലേക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പുറത്തുനിന്നുള്ള ഓർഡറും ബൽക്കിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ബേക്കറിയിലേക്കുള്ള കേക്കും ഉണ്ടാക്കുന്നുണ്ട്. ബൽക്കി നല്ല തിരക്കുള്ള ബേക്കറി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ലോണം കേക്കിൻ്റെ ഓർഡർ ബൽക്കിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചെല്ലാം ബേക്കറിയിലേക്ക് വെക്കാനുള്ള കേക്കാണ്. ബേക്കറിയിൽ നല്ല പോകുന്നുണ്ട് ബൽക്കിൻ്റെ കേക്കും. ബൽക്കിൻ്റെ കേക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഞാൻ പുറത്തുനിന്ന് കുറേ കേക്ക് കഴിച്ച് നോക്കിയിട്ട് പറയുന്നത് നല്ല അടിപൊളി കേക്ക് തന്നെയാണ് ബൽക്കിൻ്റെ. അതുകൊണ്ട് തന്നെ നല്ല പോകുന്നുണ്ട് കേക്കെല്ലാം. ബേക്കറിയിൽ കൊടുക്കുമ്പോൾ പേസ്ട്രീസ് ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. കേക്കിനും അതേ കേക്കിന് തന്നെ മുറിച്ചിട്ട് അങ്ങനെയും കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരെല്ലാം അങ്ങനെ വാങ്ങുന്ന പറഞ്ഞിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാക്കിങ്ങും എല്ലാം ചെയ്യുന്നത്, ഇങ്ങനെ പാക്ക് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. ഒരാടെ പോയിട്ട് അൺബോക്സ് ചെയ്തിട്ട് അത് ഇങ്ങനെ വിൽക്കും. അങ്ങനെയാണ്. ഫുള്ളായിട്ട് കൊണ്ടുവന്ന ആളുണ്ട്, പേസ്ട്രീസ് ആയിട്ട് അങ്ങനെ വാങ്ങിക്കുന്ന ആളുണ്ടാവും അവിടെ. അത്രയൊക്കെയാണ് ബൽക്കിൻ്റെ വീട്ടിലെ കുറ്റിക്കോലത്തെ വിശേഷം. അത് കഴിഞ്ഞിട്ട് ബൽക്കിൻ്റെ പുരയിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സിറ്റി ഗോൾഡിൻ്റെ ബി ദ ജ്വൽ എന്ന് പറഞ്ഞിട്ട് ഒരു വെഡ്ഡിങ് ജ്വല്ലറി ഫെസ്റ്റാണ്. ഒരു 25 വർഷമായിട്ട് സിറ്റി ഗോൾഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിനായിട്ട് സിറ്റി ഗോൾഡിലേക്ക് വൈകുന്നേരം വന്നിട്ടുണ്ട്. വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ്. ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു ആക്ട്രസ്സാണ്, അതിഥി രവി. കുട്ടനാടൻ മാർപ്പാപ്പ, 10ാം വളവ്, 12th മാൻ, അങ്ങനെ കുറേ മൂവീസിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിറ്റി ഗോൾഡിൻ്റെ കാസർഗോഡ് ബ്രാഞ്ചിലായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായത്. വൈകുന്നേരം ഒരു 7 മണി ആ സമയത്തായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായത്. ഈ ഒരു ഫംഗ്ഷനിൽ ഇവരുടെ ഒരു ഡയമണ്ട് കളക്ഷൻ്റെ ഒരു എക്സിബിഷൻ കൂടി ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട് എല്ലാം. അതിൻ്റെ കൂടെ ആൻറ്റിക് വളകളുടെ ഒരു കളക്ഷനും കൂടി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വളകളായിരുന്നു എല്ലാം. ഞാൻ എൻ്റെ വളകൾ ഇവിടുന്ന് മാറ്റിയെടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആൻറ്റിക്കിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. വളകളും ബ്രേസ്ലെറ്റും മാലയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ എപ്പോൾ വന്നാലും ഇങ്ങനെ നോക്കലുണ്ട്. ഇന്നിപ്പോൾ കുറേ പുതിയ കളക്ഷൻ കണ്ടു. പിന്നെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഗസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ ഫ്ലവർ തന്ന് സ്വീകരിക്കുന്നുണ്ട്. സിറ്റി ഗോൾഡിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണ് ഈ ഫംഗ്ഷൻ ഉണ്ടായത്. എല്ലാവർക്കും ടേബിളും ചെയറും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. വിവരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ലഭിച്ചായിരുന്നല്ലോ, അതിലൊരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ടായിരുന്നു. സോ ആ ലക്കി ഡ്രോ കൂപ്പണിൽ നിന്നും ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ലക്കില്ലെങ്കിലും വെറുതെ ഒരു കൂപ്പൺ ഞാനും ഇട്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പാട്ടും ഗെയിംസും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഫംഗ്ഷൻ തന്നെയായിരുന്നു. പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സ്വീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനൊരു കുഞ്ഞു ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് കേട്ടോ. അപ്പോൾ ഗെയിം എന്താണെന്ന് വെച്ചാൽ സിറ്റി ഗോൾഡ് എന്ന് നീട്ടിയിട്ട് പറയണം, മാക്സിമം നീട്ടിയിട്ട് പറയണം. അപ്പോൾ ഞാനൊരു 8 സെക്കൻഡ് അങ്ങനെ എന്തോ ശ്വാസം നമുക്ക് നിർത്താണ്ട് ശ്വാസം അടക്കി പിടിച്ചിട്ട് പറ്റുന്നത്രയും പറയണം. എനിക്ക് 8 സെക്കൻഡ് അങ്ങനെ എന്തോ പറയാൻ പറ്റും, 8 സെക്കൻഡ് സംതിങ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിതാ ഈ മോൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. 10 സെക്കൻഡിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, സിറ്റി ഗോൾഡ് നീട്ടി പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഗെയിം. ഒരുപാട് കല്യാണങ്ങൾ, അതായത് ഏറ്റവും സന്തോഷകരമായ മൊമെന്റ് കാസർഗോഡുകാർക്കുണ്ടോ അവരുടെ ആ മൊമെന്റ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആക്കാൻ വേണ്ടി കരീം കെയുടെ ടീമും കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയർമാൻ ശ്രീ കെ അബ്ദുൽ കരീം സിറ്റി ഗോൾഡിനു വേണ്ടി മുന്നോട്ട് വെച്ചത് അശരണരായ മനുഷ്യരോടൊപ്പം അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുക എന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ കർത്തവ്യമെന്ന് സിറ്റി ഗോൾഡ് മാനേജ്മെന്റ് വിശ്വസിക്കുന്നു.
എന്ത് തോന്നുന്നു? എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. കാരണം വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു സായാഹ്നം കാസർഗോഡ്. ലോഗോ ലോഞ്ചും കഴിഞ്ഞ് ഞാൻ മെല്ലെ ഇറങ്ങി. ഫംഗ്ഷൻ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ എൻ്റെ വള മാറ്റി എടുത്തായിരുന്നു സിറ്റി ഗോൾഡിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാം. ഇതായിരുന്നു എൻ്റെ മുമ്പത്തെ വള. അപ്പോൾ ഞാൻ മാറ്റിയെടുക്കാനായിട്ട് സിറ്റി ഗോൾഡിൽ വന്നിട്ടുണ്ട്. സിറ്റി ഗോൾഡിൽ ആൻറ്റിക് വളകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ വരുമ്പോഴും നോക്കാറുണ്ട്. എൻ്റെ വളകൾ കുറച്ച് ഈ അടുത്തിട്ടാണ് വാങ്ങിച്ചത്, പക്ഷെ പഴയ മോഡലാണ്. അപ്പോൾ മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള കുറേ വളകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വളകൾ നോക്കിയെടുക്കുന്നുണ്ട്. 2 കൈയിലേക്കും വളകൾ നോക്കുന്നുണ്ട്. നമ്മൾ എടുക്കാൻ വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് ഭംഗിയുണ്ട്, ഇത് ഭംഗിയുണ്ട്, ഇത് മാച്ച് ആവും, അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് എടുത്തത്. അങ്ങനെ ഇപ്പോൾ എൻ്റെ വള സെലക്ട് ആയിട്ടുണ്ട്. പഴയ വളയൊക്കെ കൊടുത്തിട്ട് പുതിയ വള ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കൈക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള വള. ഇപ്പോൾ 1-2 പ്രാവശ്യം വന്നിട്ടാണ് കേട്ടോ എൻ്റെ സെലക്ഷൻ കംപ്ലീറ്റ് ആയത്. ഇതാണ് എൻ്റെ മറ്റേ കൈയിലേക്കുള്ള വള. അങ്ങനെ 2 കൈയിലേക്കുള്ള വളയും സെറ്റായി. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.